പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളത് ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറുന്നത് ഇ.പി. ജയരാജന്റെ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ്. അതിൽ പരസ്പരമുള്ള സ്ഥിരീകരണം വരുന്നു. ഇനി കണ്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പോയി കണ്ട ആളുടെ പാർട്ടിയും ആ പാർട്ടിയിലെ സംസ്ഥാന അധ്യക്ഷനടക്കം, അതായത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനടക്കം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു. ഇ.പി. ജയരാജനെ മാത്രമല്ല കണ്ടിട്ടുള്ളത് എന്നതും ചേർത്ത് പറയുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇന്ന് കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. അത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പല കൂട്ടുകെട്ടിലും പോയി പെടുന്നുണ്ട്. ആ കൂട്ടുകെട്ടുകളൊക്കെ ഈ പാപി ശിവൻ കമ്പാരിസൺ ഒക്കെ സ്വർണ്ണക്കടത്ത് കേസിലെ ശിവശങ്കറിനെ ഓർമ്മയിൽ വെച്ച് പറഞ്ഞതാണോ എന്തോ എനിക്കറിയില്ല. എന്തായാലും പാപി ശിവന്റെ കൂടെ കൂടിയാൽ ശിവൻ പാപിയാവുകയല്ല, പാപി മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ പാപിയുടെ ആ പാപം മാറുക എന്നതാണ് സംഭവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ള കാര്യം. പിന്നെ എല്ലാവരും ബി.ജെ.പിയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നത്. അത് ഇ.പി. ജയരാജൻ എന്നോ കെ സുധാകരൻ എന്നോ ഒന്നുമില്ല. ഓരോ പാർട്ടിയിലും അസംതൃപ്തരായി നിൽക്കുന്ന നേതാക്കളുമായി മറ്റു പാർട്ടിയിലുള്ളവർ ചർച്ച നടത്തുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിപ്പോൾ ബി.ജെ.പി. നടത്തുമ്പോൾ മാത്രം അത് പാടില്ല. ഇവിടെ ഉണ്ണിസാർ പറയുന്നത് ഞാൻ കേട്ടു. ഉണ്ണിസാർ പറഞ്ഞ ഒരു കാര്യം, ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതിൽ ദല്ലാൽ നന്ദകുമാറിനെ അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട്, അതായത് ഒരു ഗാഠമായ ഒരു ആശ്ലേഷം ദല്ലാൽ നന്ദകുമാറിന് നൽകുന്ന ഉണ്ണിസാറിനെയാണ് ഞാനിന്ന് കണ്ടത്. അതിൽ പറഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി. സി.പി. മാഡത്തിന് ചിരി വന്നു പോട്ടെ, ദല്ലാൽ നന്ദകുമാറും ആയിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ച അത് പറഞ്ഞുകൊണ്ട് ബി.ജെ.പിയും CPIM-ഉം കൂടി അങ്ങ് ഡീലാക്കി കഴിഞ്ഞു എന്നുള്ള മട്ടിലേക്ക് ആ വാദം അങ്ങ് കൊണ്ടുപോവുകയാണ്. അങ്ങനെയൊന്നുമില്ല. തൃശ്ശൂർ എടുക്കാനായിട്ട് ബി.ജെ.പിക്ക് ഇ.പി. ജയരാജന്റെ ആവശ്യമൊന്നുമില്ല. തൃശ്ശൂർ എടുക്കാൻ സുരേഷ് ഗോപി ഈസ് മോർ ആൻഡ് ഇനഫ്. അത് മതി. അത് നമുക്ക് എന്തായാലും ജൂൺ 4 കഴിയുമ്പോൾ സംസാരിക്കാം. എന്തായാലും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തൃശ്ശൂർ എത്തുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം തൊടുത്തുവിടാനായി ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന പോളിംഗ് ശതമാനവുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂരിലും നാട്ടികയിലും മണലൂരിലും ഒന്നും കോൺഗ്രസ് വിചാരിച്ച വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു നിശബ്ദത. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വലിയ അവകാശവാദങ്ങളും കണക്കുകൂട്ടലുകളും ഒക്കെ വരും. അപ്പോൾ കണക്കൊക്കെ ഞാൻ പറയാം. എന്തായാലും ഇപ്പോൾ ആ കണക്ക് പറയാനുള്ള സമയമല്ലല്ലോ. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ്? ബി.ജെ.പിയിലേക്ക്. CPIM-ൽ നിന്ന് പോകുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നതും കൂടിക്കാഴ്ചകൾ നടക്കുന്നതും എവിടേക്ക് പോകാനാണ്? ബി.ജെ.പിയിലേക്ക്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെ ഭരിച്ചിട്ടേ ഉള്ളത് കോൺഗ്രസും CPIM-ഉം നേതൃത്വം നൽകുന്ന മുന്നണികളാണ്. LDF-ഉം UDF-ഉമാണ്. അപ്പോൾ കേരളത്തിൽ ബി.ജെ.പിയിലേക്ക് വരാൻ ആ പാർട്ടികളിൽപ്പെട്ട നേതാക്കളാണ്. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ എന്താണോ സംഭവിച്ചത് അത് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും സംഭവിക്കും. ആ സംഭവിക്കുന്നതിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ വേണം ഈ സംഭാഷണങ്ങളെ കാണാൻ. എന്തായാലും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഇടതുമുന്നണിയാണ്. കാരണം ഇടതുമുന്നണിയുടെ കൺവീനർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട മുഖ്യ സംഘാടകനെ തന്നെയാണ് ബി.ജെ.പി. റാഞ്ചാനായി ആദ്യം ശ്രമിച്ചിരിക്കുന്നത്. ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ അസംതൃപ്തനായി നിൽക്കുകയാണ് എന്നുള്ളത് ആ പാർട്ടി സംവിധാനത്തിനറിയാം, ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം. യഥാർത്ഥത്തിൽ ആ അസംതൃപ്തിയുടെ പ്രധാന കാരണക്കാരൻ തന്നെ ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. കാരണം ഇ.പി. ജയരാജൻ ഇരിക്കേണ്ടിടത്താണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇ.പി. ജയരാജന്റെ ഏറ്റവും വലിയ ആരോപണം. എൻ്റെ അല്ല, ഇ.പിയുടെ ആരോപണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം ചൊവ്വാഴ്ച ശോഭാ സുരേന്ദ്രൻ പേര് പറയാതെ ഒരു സൂചന നൽകുന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന്, കട്ടനപ്പുറത്ത് നിന്ന്, ജനലിനപ്പുറത്തുള്ള ആൾ ആരാണ്? അത് ഇ.പി. ആണ് എന്ന് സൂചിപ്പിക്കുന്ന ധ്വനിയുള്ള കാര്യങ്ങൾ പലതും പറയുന്നു. അതിനുശേഷമാണ് ഈ കെ സുധാകരൻ, പ്രകാശ് ജാവദേക്കറും ദല്ലാൽ നന്ദകുമാറും ഇ.പിയും പങ്കെടുത്ത ചർച്ചയെക്കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദല്ലാൽ വരുന്നു. ഇതെല്ലാം കറക്റ്റ് സീൻ ബൈ സീനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൾമിനേഷൻ സംഭവിക്കുന്നത് വോട്ടെടുപ്പ് ദിവസമാണ്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് മൂവ് ആണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ പ്ലാൻ ഇട്ടത് ആരാണ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇ.പിയുടെ ബദ്ധവൈരിയായി നിൽക്കുന്ന എം.വി. ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇതിൽ ചെറിയ പങ്കൊക്കെ ഉണ്ടാകാതിരിക്കില്ല. അതെന്താണെന്ന് പുറത്തു വരേണ്ടതും പറയേണ്ടതും ഇ.പി. ജയരാജനാണ്. ഇ.പി. ജയരാജൻ പറയേണ്ട കാര്യം എന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല, അത് അദ്ദേഹം തന്നെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഏത് പാർട്ടിയിലും ആയിക്കോളൂ, നാളെ നിങ്ങൾ ബി.ജെ.പി. ആണ്. അതിപ്പോൾ ആരായാലും, ഇ.പി. ജയരാജനായാലും, ഇപ്പോൾ പിണറായി വിജയൻ നാളെ ബി.ജെ.പിയിൽ ചേർന്നാലും പിണറായി വിജയനെ ബി.ജെ.പി. സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവർത്തനം കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഇരു മുന്നണികളിലെയും, അതിൽ കോൺഗ്രസിന്റെ കെ സുധാകരൻ ഇപ്പോഴില്ല എന്നേ പറയുന്നുള്ളൂ, നാളെ പോകില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ്, മറ്റേത് ഇടതുമുന്നണിയുടെ കൺവീനർ, ആ ബിഗ് ഷോട്ട്സിനെയാണ് നോക്കേണ്ടത്, അല്ലാതെ പിന്നെ ലോക്കൽ സെക്രട്ടറിയാണോ വിളിച്ചുകൊണ്ട് പോകേണ്ടത്? അപ്പോൾ അങ്ങനെയുള്ള ബിഗ് ഷോട്ട്സിനെ ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. കാരണം നയിച്ചു പരിചയമുള്ള, ഭരിച്ചു പരിചയമുള്ള ആളുകളെ, ഭരണ നൈപുണ്യമുള്ള ആളുകളെ, അല്ലെങ്കിൽ ആ രീതിയിൽ കേരള രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ആളുകളെയൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് ചെയ്യാൻ കൂടാത്ത കാര്യമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇരു മുന്നണിയിലെ അസംതൃപ്തരായ ആളുകൾ ആരൊക്കെ ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ബി.ജെ.പിയിലേക്ക് ചേരാൻ വരും എന്നൊക്കെയുള്ള കെ സുരേന്ദ്രന്റെ ക്ലെയിം അനുസരിച്ച് ആരൊക്കെ വരുമെന്നറിയാൻ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല. തിരുവനന്തപുരം ആക്കുളത്തെ കൂടിക്കാഴ്ച, മകന്റെ ഫ്ളാറ്റിൽ വെച്ചുള്ള കൂടിക്കാഴ്ച ഇ.പി. ജയരാജൻ ഡിനേ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച
കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഇ.പി. ജയരാജന്റെ മകന്റെ വീടായതുകൊണ്ട് പ്രകാശ് ജാവദേക്കർ ആയിരിക്കുമല്ലോ വന്ന അതിഥിയായി തന്നെ പ്രകാശ് ജാവദേക്കർ വന്നതാണ്. പ്രകാശ് ജാവദേക്കർ കേരളത്തിന് ചുമതലയുള്ള ബി.ജെ.പിയുടെ പ്രഭാരിയാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ചുമതലയുള്ള പ്രഭാരി വെറുതെ ഒരു വീട്ടിലും ചെന്ന് കയറില്ല. കൃത്യമായി കൂടിക്കാഴ്ച നടത്താനായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച നടത്തേണ്ട ആളുടെ സമ്മതം ചോദിച്ച്, അയാൾ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമേ ഏത് സംസ്ഥാനത്തെയും ബി.ജെ.പിയുടെ ഒരു സംഘടനാ ചുമതല അനുസരിച്ച് കൃത്യമായി പ്രഭാരി അത് എടുത്തതിന് ശേഷമേ പോവുകയുള്ളൂ. അപ്പോൾ പ്രകാശ് ജാവദേക്കർ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെ ആയിരിക്കണം പോയിട്ടുണ്ടാവുക. അല്ലാത്ത ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രകാശ് ജാവദേക്കർ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ മുഖ്യമന്ത്രി പറയുന്നു ഇ.പി. ജാഗ്രത കാട്ടിയില്ല. ഇ.പി. എന്താണ് ജാഗ്രത കാട്ടേണ്ടിയിരുന്നത്? ഇ.പി. ജാഗ്രത കാട്ടിയില്ല. കണ്ണിൽ കണ്ട എല്ലാവരോടും സൗഹൃദം പുലർത്തുന്നത് ശരിയല്ല. ഇവിടെ ഇ.പി. പറഞ്ഞോ എനിക്ക് സൗഹൃദമുണ്ടെന്ന്? പ്രകാശ് ജാവദേക്കറുമായി എനിക്ക് കാലങ്ങളായുള്ള സൗഹൃദമുണ്ടെന്നൊന്നും ഇ.പി. പറഞ്ഞിട്ടില്ല. വീട്ടിലേക്ക് വന്നു, ഞാൻ സ്വീകരിച്ചിരുത്തി, വർത്തമാനം പറഞ്ഞു, ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് നമുക്കും കൂടി ഇപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ്. അല്ലാതെ ഇങ്ങനെയുള്ള അപ്പോൾ ഇ.പി. ജാഗ്രത കാട്ടിയില്ല, അല്ലെങ്കിൽ ഇ.പി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ സെന്റൻസുകളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ദല്ലാൽ നന്ദകുമാർ ഒരിക്കലും ഒരു ക്രെഡിബിൾ ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ ക്രെഡിബിലിറ്റി പല കാര്യങ്ങളിലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. കാരണം പിണറായി വിജയന്റെ ഫ്ളാറ്റിൽ പോയതിനെക്കുറിച്ച് ഇതേ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന്റെ ശരീരഭാഷ ഇങ്ങനെയായിരുന്നുവെന്ന് ഇതുപോലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ദല്ലാൽ വാചാലനായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ക്രെഡിബിലിറ്റി ഉള്ള ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇതിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ LDFന്റെ കൺവീനറായ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതമുള്ള ഒരാളെ കൃത്യമായി എയിം ചെയ്യുന്നതാണ്. അത് ഫോക്കസ് ചെയ്ത് ചെറിപ്പിക്കുകയാണ്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് CPIM ഇനിയെങ്കിലും മനസ്സിലാക്കണം. നല്ല നേതാക്കളെ അർഹമായ സ്ഥാനങ്ങൾ കൊടുത്ത് അർഹിക്കുന്ന ഇടത്ത് കൊണ്ടിരുത്തിയില്ലെങ്കിൽ അവരെ മറ്റുള്ളവർ കൊണ്ടുപോകും. ആ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ കൊണ്ടുപോയേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഓരോരുത്തരും നടത്തുന്ന കൂടിക്കാഴ്ച, ഇ.പി. ജയരാജൻ കാണുന്ന ആളുകളെ കുറിച്ചൊക്കെ പാർട്ടിയോട് പറയണമെന്ന് പറയാനാണെങ്കിൽ പിണറായി വിജയൻ നടത്തുന്ന കൂടിക്കാഴ്ചകളിൽ ആരോടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത് അദ്ദേഹം പാർട്ടിയോട് പറയാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തുന്നതിനെ കുറിച്ച് പാർട്ടിയോട് പറയേണ്ട, അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശിച്ച കൂടിക്കാഴ്ചകളാണെങ്കിലാണ് പാർട്ടിയെ അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ പാർട്ടി ചുമതലയിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന കൂടിക്കാഴ്ചകളാണെങ്കിലാണ് പാർട്ടിയെ അറിയിക്കേണ്ടത്. പിന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇ.പി. ജയരാജന് ഒരു ഓഫറും കൊടുത്തതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ അക്സെപ്റ്റബിൾ ആണ് എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞതായും ശോഭാ സുരേന്ദ്രൻ കോട്ട് ചെയ്തിട്ടില്ല. 90% ശ്രമം പൂർത്തിയായി എന്നാണ് പറയുന്നത്. ഒരാൾ ഒരു കാര്യം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രമം എന്ന് പറയുന്നത് 100% ആകണം. അത് എത്തിയില്ല. 90% എത്തിയപ്പോൾ എവിടെ വെച്ചാണ് അതിനൊരു സ്റ്റോപ്പ് വീണത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇ.പി. ജയരാജനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ഈ വിവരം അറിഞ്ഞപ്പോൾ, കാരണം കെ സുധാകരൻ വരെ ഈ കൂടിക്കാഴ്ചയെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി സംവിധാനം ഈ കൂടിക്കാഴ്ചയെ പറ്റി അറിയാതിരിക്കില്ലല്ലോ. അറിഞ്ഞിട്ട് ഇ.പി. ജയരാജനെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് പിന്മാറ്റിയതായിക്കൂടെ? കാരണം പാർട്ടി സംവിധാനവുമായി, മുന്നണി സംവിധാനവുമായി ഒക്കെ അകൽച്ചയിൽ നിൽക്കുകയാണ് കഴിഞ്ഞ 1.5 കൊല്ലമായി ഇ.പി. ജയരാജൻ എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. നിങ്ങളൊക്കെ അതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇ.പി. ജയരാജന് എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ടി.പി. ചന്ദ്രശേഖരന്റെ അനുഭവം എന്താണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. കേരളത്തിൽ സംഭവിച്ചതാണ്. 2012 ടി.പി. ചന്ദ്രശേഖരന് സംഭവിച്ചത് 2024 ഇ.പി. ജയരാജന് സംഭവിച്ചുകൂടാ. അതുകൊണ്ടാണ് ഇ.പി. ജയരാജൻ ഒരു സ്റ്റെപ്പ് ബാക്ക് എന്ന രീതിയിലേക്ക്, ഒരു സ്റ്റാൻഡിലേക്ക് പോയത്. ഇനി ഇവിടെ CPIMന്റെ ഫണ്ട് റൈസിംഗ്, ഇപ്പോൾ നേരത്തെ ബോണ്ടിനെ കുറിച്ച്, വിവാദങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇ.പി. ജയരാജൻ നടത്തിയ ഫണ്ട് റൈസിംഗ് ഒന്നും ഇല്ല എന്നൊരിക്കലും ഉണ്ണിസാർ പറയില്ലല്ലോ. ഒരു ഫണ്ട് റൈസറാണ് പാർട്ടിക്കുള്ളിൽ ഇ.പി. ജയരാജൻ എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇ.പി.യെ സൈഡ് ലൈൻ ചെയ്തവരാണ് കുറ്റക്കാർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെ വാക്കുകളാണെന്ന് തോന്നുന്നു. M.V. ഗോവിന്ദൻ ഇറക്കിയതാണ് എന്ന മട്ടിൽ, പാർട്ടി സെക്രട്ടറി ദല്ലാളാണോ അതോ M.V. ഗോവിന്ദനാണോ എന്ന മട്ടിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ആ വാർത്താ സമ്മേളനത്തിനിടയിൽ കേട്ടിരുന്നു. അപ്പോൾ ഇ.പി.യെ വെടക്കാക്കാൻ നോക്കി, പാർട്ടിക്കുള്ളിലെ എല്ലാം തനിക്കാക്കാൻ നോക്കിയത് ആരാണ് എന്നുള്ളത് കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ട്. CPIMനുള്ളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി പുറത്തേക്ക് വരട്ടെ. പിന്നെ കെ ശൈലജ വടകരയിൽ ജയിക്കുന്നു, മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ ഇ.പി. മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് വെട്ടണം, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇതൊക്കെ സംഭവിച്ചത് എന്നും കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അതിനാദ്യം കെ ശൈലജ വടകരയിൽ ജയിക്കണം, മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരണം, അതിൽ ഇ.പി.യെ വെട്ടണം, അതൊക്കെ സംഭവിക്കുമ്പോൾ മാത്രം നമുക്ക് അതിൻ്റെ ചർച്ചയിലേക്ക് വരാം. എന്തായാലും സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഇ.പി.യുടെയോ CPIMന്റെയോ സഹായം കൊണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിലൊരു ആസൂത്രിത ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ആസൂത്രിത ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കൂട്ടത്തോടെ CPIM പോയതുപോലെ ആയിരിക്കില്ല. ഇവിടെ ഘട്ടമായിട്ടായിരിക്കും CPIM നേതാക്കൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് മാത്രമല്ല, ഇന്നത്തെ CPIMും നാളത്തെ BJP എന്ന നിലയിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. Meet the editors.